കേന്ദ്ര സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന എല്ലാ പരീക്ഷകളും താറുമാറായിരിക്കുകയാണ്. ഇപ്പം നീറ്റിൽ സംഭവിച്ചിരിക്കുന്ന കെടുതികളെക്കുറിച്ച് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് CBSE പരീക്ഷയിലെ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട വലിയ വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്നത്. മൂല്യനിർണ്ണയത്തിന് വേണ്ടിയിട്ട് സർക്കാർ CBSE അവലംബിച്ച മാനദണ്ഡങ്ങളും മാർഗങ്ങളും പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. പൊതുവെ മാർക്ക് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. അവർ നീറ്റും ജി പോലുള്ള മത്സര പരീക്ഷകളിൽ ക്വാളിഫൈ ചെയ്താൽ പോലും മിനിമം മാർക്ക് ഇല്ലാത്തൊരവസ്ഥയായിരിക്കുന്നു. യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളോട് അനീതി ചെയ്തിരിക്കുകയാണ്. അതുപോലെ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം, റീവാലുവേഷനിൽ മുമ്പുണ്ടായിരുന്ന മാനദണ്ഡങ്ങളിൽ കാതലായിട്ടുള്ള മാറ്റം വരുത്തി അവരുടെ മാർക്ക് കുറയുന്ന ഒരു സാഹചര്യം കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു പുതിയ നിബന്ധനയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ വെബ്സൈറ്റുകളെല്ലാം താറുമാറായിരിക്കുന്നു. കുട്ടികൾക്ക് നീതി കിട്ടുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് ഞാൻ ഇന്നലെ ഒരു കത്ത് നൽകിയിരുന്നു. പക്ഷേ ഇതുവരെ ഒരു നടപടിയെടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ റിവാലുവേഷനുമായി ബന്ധപ്പെട്ട കാലപരിധി വർദ്ധിപ്പിക്കണം. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണം. ഇത് സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം നടത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സത്വര നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിന്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ലെങ്കിലും പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോൾ ഇതിന്റെ കാരണം എന്താണ്? ഈ രാജ്യത്ത് വീശിയടിക്കുന്ന ഒരു അസംതൃപ്തിയും രോഷവുമുണ്ട്. തൊഴിലില്ലായ്മ, അതുപോലെ വിലക്കയറ്റം. ഇതിനെതിരെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ തന്നെ ചൊല്ലിട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ജനങ്ങൾ വേണമെങ്കിൽ മുണ്ട് മുറുക്കി ഉടുത്ത് വേണമെങ്കിൽ രാജ്യത്തെ രക്ഷപ്പെടുത്തിക്കൊള്ളൂ എന്ന രൂപത്തിലാണ് പ്രധാനമന്ത്രി പ്രതികരിക്കുന്നത്. അദ്ദേഹം മെലണിയെ കാണാൻ പോകുന്നു. പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കുന്നില്ല, തൊഴിൽ ലഭിക്കുന്നില്ല, ഭക്ഷണം ലഭിക്കുന്നില്ല, വിലക്കയറ്റത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ രൂപത്തിലുള്ള സറ്റയർ രൂപത്തിൽ വരുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. എന്നാൽ ഇതുപോലുള്ള നടപടികളെ രാജ്യദ്രോഹപരമായിട്ടുള്ള രീതിയിൽ കണ്ട് അവരുടെ അക്കൗണ്ടുകൾ പൂട്ടുക എന്ന് പറയുന്നത് ഒരു ഫാഷിസ്റ്റ് സംവിധാനത്തിന് ചേരുന്ന നടപടിയാണ്. ഇന്ന് തെരുവിൽ പ്രതിഷേധിക്കാൻ പോയാൽ ആ കുട്ടികളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ, ജനങ്ങളെ UAPA ചുമത്തി ജയിലിലാക്കുന്നു. നോയിഡയിൽ തൊഴിലാളികൾ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് ന്യായമായ കൂലിക്ക് വേണ്ടി പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ അവരെ പിടിച്ച് ജയിലിലാക്കുന്നു. എന്തിനും എപ്പോഴും ഈ പറയുന്ന ദേശീയ സുരക്ഷയെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഇതുപോലുള്ള പ്രതിഷേധങ്ങളും ആവിഷ്കാരങ്ങളും തടയുന്നതിനെ ശക്തിയായി ഞങ്ങൾ എതിർക്കും.